ട്രംപ് അക്ഷരാർത്ഥത്തിൽ കീഴടങ്ങി എന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷേ നമുക്കൊക്കെ സമാധാനമുള്ള ഒരു കാര്യം, പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. അമേരിക്കയും ഇസ്രയേലും കൂടി. ഇസ്രയേലിന് വലിയ തീരുമാനമൊന്നുമില്ല, സങ്കടമുണ്ട്. ചാനലിൽ കണ്ടു, ഇംഗ്ലീഷ് ചാനലുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഇസ്രയേലിന് വലിയ താല്പര്യമില്ല വെടിനിർത്താൻ. കാരണം അമേരിക്ക കാശിയിലാക്കിക്കോളും, ഇസ്രയേലിന് ചുമ്മാ നിന്നു കൊടുത്താൽ മതി. ഇസ്രയേലിന് വേണ്ടി പകരം ചോദിക്കാൻ അമേരിക്കയുണ്ട്, അമേരിക്ക അങ്ങ് ചോദിച്ചോളും. പക്ഷേ 2 ആഴ്ചത്തേക്ക് സീസ് ഫയർ, അതായത് ബോംബിങ് ഇത് കാരണം അത് നിർത്തിവെക്കുന്നു. ഇറാന് മേളിലുള്ള അറ്റാക്ക് US-ഉം ഇസ്രയേലും കൂടെ നിർത്തിവെക്കുന്നു. ഇസ്രയേലിന് താല്പര്യം ഉണ്ടായിട്ടല്ല ഇത്. US-ന് എങ്ങനെയെങ്കിലും ഇതുപോലെ ട്രംപിന് അതിൽ നിന്ന് ഒളിച്ചോടിപ്പോണം. ഇപ്പം തന്നെ പ്രശ്നം എന്താണെന്നറിയോ, ട്രംപ് എങ്ങനെയെങ്കിലും തലയൂരാനായിട്ട് നോക്കി നിന്നതാണ്. ഇന്നലെ അതുപോലെ തീർത്തില്ലെങ്കിൽ, കരാർ ഒപ്പിട്ടെങ്കിലെങ്കിൽ തകർത്തുകളയും, കീറിക്കളയും ഒന്ന് എല്ലാം പറഞ്ഞല്ലോ. എന്നിട്ട് എന്തോ കീറി? അവരനങ്ങില്ല. അവസാനം അവരോട് ചൈന പറഞ്ഞു. ചൈനയ്ക്ക് പറയാം, ചൈന പറഞ്ഞാൽ അവർ കേൾക്കും. ചൈന പറഞ്ഞു, ഇതിന് സമ്മതിക്കാൻ പറഞ്ഞു സീസ് ഫയറിന്. അങ്ങനെ ചൈനയുടെ കാല് പിടിച്ച് ചൈനയെ കൊണ്ട് ഇറാനോട് പറയിപ്പിച്ച് അവസാനം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നു. പക്ഷേ സമാധാനമുള്ള ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാസികൾക്കൊക്കെ വളരെ വലിയ നേട്ടമാണ്. ടപ്പേ എന്നാണ് ക്രൂഡ് ഓയിലിൻ്റെ വില താഴ്ന്നത്. 109 എത്തിയ ക്രൂഡ് ഓയിലിൻ്റെ വില നിന്ന ക്രൂഡ് ഓയിലിൻ്റെ ഡോളറിന് ബാരലിന് 109 നിന്ന ബെൻ ക്രൂഡ് ഓയിലിൻ്റെ വില നേരെ 92 താഴ്ന്നു. ഇനിയും താഴും. കാരണം പ്രൊഡക്ഷൻ കൂടണം, ആ രീതി ആവണം. കുറച്ച് നാളെടുക്കും. എന്തായാലും ഇതിൻ്റെ കെടുതിയുണ്ട്. അല്ലെങ്കിൽ ഇത് 60 രൂപയിലേക്കൊക്കെ, $60 കിടക്കേണ്ട സാധനമാണ്. ഇപ്പോൾ അതുപോലെ അത് ഇത്ര 92 ഇനിയും കുറയാതിരിക്കത്തില്ല. പിന്നെ ഹോർമൂസ് കടലിടുക്കിനെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പ് ഇപ്പോൾ ഇത് തീർക്കാനുള്ള കാര്യം, ട്രംപിൻ്റെ ഈ ഏതെങ്കിലും വിധത്തിൽ ട്രംപ് വളരെ കഷ്ടപ്പെട്ട് ട്രംപ് അവസാനം തെറി വിളിച്ചു 2 ദിവസം മുമ്പ്. തെറി വിളിക്കുന്ന പലരും ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ട്രംപ് അവസാനം അക്ഷരാർത്ഥത്തിൽ അശ്ലീലമാണ് അയാൾ പറഞ്ഞത്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് ഈ തെറി പറയുന്നത്. വളരെ മോശമായ പദങ്ങൾ ഉപയോഗിച്ച് അക്ഷരാർത്ഥത്തിൽ തെറി, ഇതാണ് അശ്ലീല ഭാഷയാണ് ട്രംപ് ഉപയോഗിച്ചത്. അതിനെതിരെ വളരെ വലിയ ക്രിറ്റിസം ഉണ്ടായി. പിന്നെ ട്രംപല്ലേ പറയുന്നത്, അതുകൊണ്ടത് വലിയ പ്രശ്നമാക്കത്തില്ല ആരും. ട്രംപിന് എന്തും വിളിച്ചു പറയാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തേക്കും തടിക്കും തെമ്മാടിക്കും എവിടെയും കിടക്കാമെന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞ പോലെയുള്ളത്. അതുകൊണ്ട് അത് നമുക്കങ്ങ് കളയാം. പക്ഷേ ഡെമോക്രാറ്റുകളുണ്ടല്ലോ അവിടെ, ഇയാളെ ഇംപീച്ച് ചെയ്യാനുള്ള ഒരുക്കമുണ്ട് അവിടെ. വൈറ്റ് ഹൗസിന് മുമ്പിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ് ഇപ്പോൾ. ഇത്ര എന്തിന് യുദ്ധം ചെയ്തു എന്നാണ് അവർ ചോദിക്കുന്നത്. യുദ്ധം നിർത്തിയതിനല്ല. അവരെല്ലാം അന്ന് മുതൽ പറയുന്നുണ്ട് യുദ്ധം നിർത്തണം, വേണ്ട, ഇത് ആവശ്യമില്ല, നമ്മുടെ വേണ്ടിയല്ലത്, നമുക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ കൂട്ടുകാരൻ നേതന്യാഹുവിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്, അതിന് അമേരിക്കൻ ജനതയെ വില കൊടുക്കേണ്ട കാര്യമില്ലെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ അമേരിക്കക്കാർക്ക് ഇത് ആവശ്യമായിട്ടോ, കാരണം ഇങ്ങനെയുള്ള ഒരുത്തനെ പ്രസിഡൻ്റ് ആക്കില്ലേ, അതിന് അവർക്ക് ആവശ്യം തന്നെയാണ് ഇത് കിട്ടണം. ഇതിനും കൂടുതൽ കൊടുത്തനെ. മാത്രമല്ല ഇപ്പോൾ ട്രംപ് പതുക്കെ പറഞ്ഞു തുടങ്ങി എന്തോന്നറിയോ, എനിക്കിനി വെനസ്വേലയുടെ പ്രസിഡൻ്റ് ആവണമെന്ന്. കാരണം ഈ ടേം അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ഇനി വന്നാൽ 2-3 വർഷം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പണി ഇനി കിട്ടത്തില്ല, ഈ പണി. കാരണം 2 ടേമിൽ കൂടുതൽ അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് ഒരു പ്രസിഡന്റിന് അവിടെ 2 ടേമിൽ കൂടുതൽ മത്സരിക്കാനും പ്രസിഡന്റ് ആകാനും ഉള്ള യോഗ്യതയില്ല. ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫൈഡ് ആവും. അപ്പോൾ നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ലവണം ഒഴിഞ്ഞു കിടക്കുന്നത് പിടിച്ചു വെച്ചേക്കല്ലേ. മഡുറോയെയും ഭാര്യയും കൂടെ പിടിച്ച് അവിടെ അമേരിക്കയെ കൊണ്ട് അവിടെ അടച്ചിട്ടേക്കാണല്ലോ, ജയിലിലിട്ടേക്കാണ്. അപ്പോൾ അവിടെ ഒഴിവുണ്ട്. അപ്പം ഞാൻ വെനിസ്വേലയുടെ പ്രസിഡന്റ് ആകണം എനിക്ക്. അത് ശരിയായിരിക്കും, നടക്കുമായിരിക്കും. ഇനി അതിന് സ്പാനിഷ് ഭാഷ പഠിച്ചാൽ മതി, അതെനിക്ക് എളുപ്പം പഠിക്കാനും ഒക്കുന്നു. അദ്ദേഹത്തിന് സ്പാനിഷ് ഭാഷ പഠിക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാ ഭാഷയും വഴങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ശരി, എല്ലാ ഭാഷയും വഴങ്ങും. കേട്ടതാണ് നമ്മൾ എന്തുവാ ഭാഷയെന്ന് ഉപയോഗിക്കുന്നത്. അത് പറയാനുള്ള സ്റ്റാൻഡേർഡ് നമുക്കില്ലാത്തതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റുന്നില്ല, അയാൾ ഉപയോഗിച്ച പദങ്ങൾ. അപ്പോൾ പിന്നെ ബാക്കി അന്നേരം ഇറാൻ വ്യവസ്ഥകൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥകളൊക്കെ സംഭവിച്ചു കേട്ടോ, ഒരു മാർഗവുമില്ല. ഇത് മറ്റ് രാജ്യങ്ങൾക്ക്, മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങൾക്കെല്ലാം വളരെ യഥാർത്ഥത്തിൽ ഒരു സ്വസ്ഥതയുണ്ട്. ഇനി
ഇപ്പോൾ കുവൈറ്റിനായാലും നാശമൊക്കെ അവിടെ മുഴുവൻ ഉണ്ടായി. ഇറാൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ തീരുമാനം എന്തോ എന്നറിഞ്ഞില്ല. അതിൻ്റെ ടോക്സ് ഇനി നടക്കുന്നതേ ഉള്ളൂ, നടക്കാൻ പോകുന്നതേ ഉള്ളൂ. പാകിസ്ഥാൻ കൊണ്ടങ്ങ് കയറി പാകിസ്ഥാൻ ഏതാണ്ടൊക്കെ ചെയ്യുന്നു എന്ന് കാണിക്കാൻ ഒന്നും ചെയ്തതല്ല. ചൈന ഇറാനോട് പറഞ്ഞു, അങ്ങനെ ഇറാൻ കേട്ടതാണ്. ഈ വെടിനിർത്തലിന് സമ്മതിക്കാൻ പറഞ്ഞു. വെടിനിർത്തലിന് അവർ സമ്മതിക്കാൻ എല്ലാവരും തകർത്തുന്നല്ലേ പറയുന്നത്. എന്നിട്ട് വെടിവെച്ചുകൊണ്ടിരുന്ന പക്ഷേ അവരനങ്ങിയില്ലല്ലോ. അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ അതൊക്കെ തീർത്തു കൊടുക്കേണ്ടതിൻ്റെ ബാധ്യത ഇവർക്കാണ്. ഏകപക്ഷീയമായിട്ടാണ് ഇവർ യുദ്ധം ചെയ്തത്. അതിനെ ഡിഫെൻഡ് ചെയ്തതാണ് ചെയ്തത്. ഡിഫെൻഡ് ചെയ്ത മോഡെന്ന് പറയുന്നത് വേറെ വിധത്തിലാണ്. ഒരുത്തൻ നമ്മളെ ബി എ അടിക്കാൻ വരുന്നു. അപ്പോൾ ബി എന്താണെന്നറിയോ, സി എ ഡി എയും ഇ എ ഒക്കെ അങ്ങ് അടിക്കും. അതിൻ്റെ കാരണം എയും അവരുമായിട്ട് വലിയ കമ്പനിയാണ്, തീർന്നു, ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നവരുള്ള തത്വമാണ് ഇറാൻ നടപ്പാക്കിയത്. പക്ഷേ ആ തത്വം വിജയിച്ചു. അവർ പറഞ്ഞിടത്ത് കാര്യം കൊണ്ട് കിട്ടില്ലേ. പിന്നെ ഇനി മുതൽ ഹോർമൂസ് കടലെടുക്കുക അവർ തുറക്കും. ഹോർമൂസ് കടലിലൊക്കെ തടസ്സങ്ങൾ, ഉപരോധങ്ങൾ അവർ പറഞ്ഞ് അവരുടെ മേലിലുള്ള ഉപരോധങ്ങളെല്ലാം മാറ്റണം. അത് ചെയ്തേ നോക്കൂ. ഇനി അമേരിക്ക വഴങ്ങാതിരിക്കാൻ ഒരു മാർഗമില്ല. അവരുടെ ഉപരോധം മാറ്റണം. മാറ്റാതിരുന്ന അല്ലെ ഇനി ഹോർമൂസ് കടലിടുക്ക് തുറക്കും. മാത്രമല്ല ഇറാനും ഒമാനും ചേർന്നിട്ട് അവിടെ അതിലേ പോകുന്ന കപ്പലുകൾക്ക് ഫീസ് ഈടാക്കും. ഇനി യാത്രയ്ക്ക് ഇതുവരെ ഫ്രീ ഇൻ്റർനാഷണൽ വാട്ടേഴ്സായിട്ട് കണക്കാക്കി ഫ്രീ ആക്സസ് ആയിരുന്നു എല്ലാവർക്കും. ഇനി മുതൽ അതിലേ പോകേണ്ട കപ്പലുകൾ യഥാർത്ഥത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കുമായിട്ട് ചുങ്കം കൊടുക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നല്ല എമൗണ്ട് അതിന് വരുമാനം കിട്ടും. ഇറാനുമൊക്കെ ഇത്രയും നാശം വരുത്തിയതല്ലേ, അവർക്ക് ആ വരുമാനം വേണം. അതുകൊണ്ട് ആ രീതിയിൽ ഉള്ള വ്യാപാരത്തിലേക്കുള്ള നഷ്ടം കൂടെ അങ്ങനെ ആ രീതിയിലും വരാൻ സാധ്യതയുള്ളതാണ്. ഏതായാലും മനസ്സിന് സ്വസ്ഥതയുണ്ട്, നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്കൊരു സ്വസ്ഥതയുണ്ട്, ആ നാടിനൊരു സ്വസ്ഥതയുണ്ട്. അത് കാരണം ഏതെങ്കിലും വിധത്തിൽ ഇനി അവർക്ക് അവരുടെ വ്യാപാരങ്ങളും ബിസിനസ്സുമായിട്ടൊക്കെ മുമ്പോട്ട് പോകാം. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഏതായാലും അവസാനം നിവൃത്തിയില്ലാതെ ട്രംപ് അടിയറവ് പറഞ്ഞു എന്ന് തന്നെ കണക്കാക്കണം. അക്ഷരാർത്ഥത്തിൽ ഇത് ട്രംപ് ട്രംപിൻ്റെ പിൻവാങ്ങലാണ്. ഇന്ന് രാത്രിയായിരുന്നു അന്ത്യശാസനം തീരുന്നത്. അന്ത്യശാസനമൊക്കെ അവിടെ ഇരുന്ന് അവരനങ്ങിയില്ല, കാര്യം തീർന്ന് അവരതിനൊന്നും നിൽക്കത്തില്ല. പക്ഷേ ഇപ്പം ചൈന പറഞ്ഞുകൊണ്ട് അവർ കേട്ടു. കാരണം ചൈന അവർക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്ന രാജ്യമാണ് ഇറാന്. അപ്പോൾ അത് ഇറാൻ കേൾക്കും. അതുകൊണ്ട് മാത്രം കേട്ടതാണ്, അല്ലാതെ പാകിസ്ഥാൻ്റെ കാര്യമൊന്നുമില്ല. പാകിസ്ഥാൻ ആളാവാൻ വേണ്ടി നടക്കുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് യാതൊരു കാര്യവുമില്ല. ഇനി പാകിസ്ഥാനിൽ വെച്ച് ബാക്കി ചർച്ചകൾ ഇനി നടക്കുമെന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നുണ്ട്. എവിടെ വെച്ച് ചർച്ച നടന്നാലും ശരി, ഇത് ഒരു എന്നേക്കുമുള്ള ഒരു സമാധാനമായിട്ട് അങ്ങ് മാറിയാൽ മതി. ആ സമാധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് നന്നാവും, നമ്മുടെ ലോകം നന്നാവും. ലോകത്തിന് വളരെ വലിയ നഷ്ടമുണ്ടാക്കിയ യുദ്ധമാണ് ഇതെന്തിനു വേണ്ടി? ഇത്രയും പേരെ കൊന്നൊടുക്കിയത് ആർക്ക് വേണ്ടി? ചിന്തിക്കണ്ടേ? ഇത് ഇസ്രയേലിലുള്ള ജനങ്ങളായാലും അമേരിക്കൻ പൗരന്മാരായാലും അതുപോലെ തന്നെ ബാക്കി ഏത് രാജ്യക്കാരായാലും ഈ ഇറാൻകാരായാലും എല്ലാം കൊല്ലപ്പെടുന്നത് മനുഷ്യരല്ലേ. 165 പിഞ്ചു കുഞ്ഞുങ്ങളാണ്, അതായത് പെൺകുട്ടികൾ, വെറും കുട്ടികൾ, അവരാണ് ആ സ്കൂള് ആക്രമിച്ചതോടുകൂടി, ആ സ്കൂള് തകർത്തോടുകൂടി കൊല്ലപ്പെട്ടത്. എന്തുമാത്രം കഷ്ടമാണ് ചെയ്തേക്കുന്നത്. നരനായാട്ട് നടത്തി. യവന്മാർക്കൊക്കെ എന്തെങ്കിലും അല്പമെങ്കിലും മനസ്സിനൊരു എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ഒരു ബോധമുണ്ടോ ഇവർക്ക്? ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഈ യുദ്ധങ്ങൾ. ഇസ്രായേലിലാണെങ്കിൽ ആൻറ്റി വാർ പ്രൊട്ടക്ഷൻ, അതിനെ സംബന്ധിച്ചുള്ള ആൻറ്റി വാർ യുദ്ധത്തിനെതിരെയുള്ള പ്രകടനങ്ങൾ ധാരാളം നടന്നു, ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അമേരിക്കയിലും ഇതിനൊന്നും ഈൽഡ് ചെയ്തില്ല. പിന്നെ നിവൃത്തിയില്ലാതെ വന്നു. ഇറാൻ്റെ ചെറുത്തുനിൽപ്പൊറ്റ കാരണം കൊണ്ടും ഇറാൻ്റെ പ്രത്യാക്രമണം കൊണ്ടും മാത്രമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം, അതായത് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തലയൂരിപ്പോകാൻ ഈ ട്രംപിന് മനസ്സ് വന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സ് നന്നായി, മാനസിക നില ശരിയായതുകൊണ്ട് മാത്രമൊന്നുമല്ല. ഏതായാലും പിൻവാങ്ങിയത് നല്ല കാര്യം. നമുക്കൊക്കെ സമാധാനമുണ്ട്.